സിനിമാസ്കാരം, എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ട്യൂണർ എന്ന് പറയുന്ന സിനിമ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹേസ്റ്റ് പടമെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നിങ്ങൾ ഇതിൻ്റെ കഥ എവിടെയെങ്കിലുമൊക്കെ വായിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ, അതായത് ത്രില്ലടിപ്പിക്കുന്ന രീതിയിലേക്ക് തോന്നും. പക്ഷേ ആക്ച്വലി ഇതൊരു ക്രൈം ഡ്രാമയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹേസ്റ്റാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ വളരെ പതിഞ്ഞ തളത്തിലുള്ള, അപ്പോൾ നിങ്ങൾക്ക് സ്ലോ ബേൺ ആയിട്ടുള്ള ക്രൈം ഡ്രാമകൾ ഇഷ്ടമുള്ള ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ട്യൂണർ എന്ന് പറയുന്ന സിനിമ നൽകുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും ഇതിൻ്റെ DCP ഡീറ്റെയിൽസും എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ആൻഡ് വെൽക്കം ടു സിനിമയും ഞാനും. ട്യൂണർ എന്ന് പറയുന്ന സിനിമ ഒരു ഫ്ലാറ്റ് റേഷ്യോ ഫിലിമാണ്. ഫ്ലാറ്റ് 1.85:1 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഞാൻ കാണാനെത്തിയിരിക്കുന്നത് എടപ്പള്ളിയിലുള്ള ലുലു മാളിലെ PVRലാണ്. ഇവർ 4DX സ്ക്രീനിലാണ് ഈ സിനിമ പ്ലേ ചെയ്യുന്നത്. ആക്ച്വലി 4DX എഫക്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ സിനിമ ഇവിടെ പ്ലേ ആവുന്നത്. ലുലു മാളിലുള്ള PVRൽ സ്ക്രീൻ 2 ആൻഡ് സ്ക്രീൻ 3 എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനാണ്. പക്ഷേ ഇവർ 4DX സ്ക്രീനിൽ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള ഈ സിനിമ കൊണ്ടിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 4DXൻ്റെ എഫക്ട്സ് ആയിട്ടുള്ള സ്മോക്ക്, പിന്നെ വാട്ടർ, മിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെഷീൻസാണ് മുകളിൽ കാണുന്നത്. അതൊന്നും വർക്ക് ചെയ്യാതെയുള്ള ഒരു പടമാണ്. 4DX സ്ക്രീനിൽ 4DX ഫോർമാറ്റിലുള്ള ഒരു പടമല്ല. പക്ഷേ ഇവർക്ക് ഫ്ലാറ്റ് സ്ക്രീൻ വേറെയുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പ്ലേ ആയപ്പോൾ നിങ്ങൾക്ക് കാണാം, സൈഡിൽ അവിടെ ഇവിടെയും പില്ലർ ബോക്സ്ഡ് ആയിരുന്നു. നമ്മുടെ നായകൻ്റെ പേര് നിക്കി എന്നാണ്. നിക്കിക്ക് ഒരു കഴിവുണ്ട്. അതായത് പുള്ളിയുടെ പ്രൊഫഷൻ പിയാനോ ട്യൂണിംഗ് ആണ്. പിയാനോ ട്യൂണർ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ ശബ്ദങ്ങൾ വരെ പുള്ളിക്കാരന് തിരിച്ചറിയാം. ഈ സിനിമയിൽ ആക്ച്വലി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ഇന്ത്യൻ സിനിമയിലാണെന്നുണ്ടെങ്കിൽ അതൊരു കിഡിലൻ മാസ് സീൻസ് ആയിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. നായിക പിയാനോ വായിക്കുന്നു. പിയാനോയുടെ ഓരോരോ, എനിക്കറിയില്ല പിയാനോയെ കുറിച്ച് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും അറിയില്ല. അതിനെ സ്വിച്ച് എന്നാണ് പറയുന്നത്, ആ ഞെക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ടാവുന്നത്. അപ്പോൾ ഏത് ഞെക്കിയാലും നിക്കി നോക്കാതെ തന്നെ അത് ഏതാണ് A മൈനർ, D മൈനർ, A ഷാർപ്പ് അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയുന്ന ഒരു സീക്വൻസും കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് ഹൈലി ടാലൻ്റ് ആണ് നിക്കി. പക്ഷേ നിക്കിക്ക് ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലൗഡ് ആയിട്ടുള്ളൊരു ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കണ്ടീഷനാണ്. പുള്ളിക്കാരൻ അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴും. പുള്ളിക്കാരൻ ശരീരം വളരെ വീക്കായി താഴെ വീഴും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിന് ആ ശബ്ദവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുൾ ടൈം ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റ് അല്ല, ഡോക്ടർമാർ കൊടുക്കുന്ന പോലുള്ള ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ വളരെ പതിഞ്ഞ ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ സേഫ് ഉണ്ടാവുമല്ലോ ലോക്കർ. ഈ ലോക്കറിൻ്റെ ആ ഡയൽ തിരിക്കുമ്പോൾ എങ്ങനെയാണത് അൺലോക്ക് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളിക്കാരനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഗ്യാങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ ആർക്കാണ് നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നത്. നിക്കി ഹാരി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. കുറച്ച് കഴിയുമ്പോൾ നിക്കി ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ഒരു പിയാനോ വായിക്കുന്ന പിയാനോ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ലവ് റിലേഷൻഷിപ്പ് അതെല്ലാം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ക്രൈം സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. വളരെ പതിഞ്ഞ തളത്തിലാണ് ഈ സിനിമ പോകുന്നത്. എൻഗേജിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക എൻഗേജിങ് ആണ്. പക്ഷേ സ്ലോ ബേണറാണ്. നിങ്ങൾക്ക് സ്ലോ ബേണർ ആയിട്ടുള്ള ക്രൈം ഡ്രാമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്യൂണർ ഒരു പക്ക വാച്ച് തന്നെയായിരിക്കും. ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ചെവിക്ക് പ്രശ്നമുള്ള, അതായത് പുള്ളിയുടെ കേൾവി ശക്തിയാണ് പുള്ളിക്കാരൻ്റെ പവർ. അതുകൂടെ തന്നെ പുള്ളിക്കാരൻ ദുർബലനാക്കുന്നതും വൾണറബിൾ ആക്കുന്നതും ഇതേ കേൾവിയാണ്. അപ്പോൾ ഈ കേൾവി എന്ന് പറയുമ്പോൾ ഈ സിനിമ കാണുന്ന ആസ് എൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയുടെ ഓഡിയോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് സ്ക്രീനിൽ എത്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പുള്ളിക്കാരനകത്ത് വെക്കുന്ന ആ ഡയലിൻ്റെ ശബ്ദം കേൾക്കുന്നത്, ഹെഡ്സെറ്റ് പോലത്തെ ആ സാധനം വെക്കുമ്പോൾ അത് നോക്കുമ്പോൾ കേൾക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കിഡിലൻ ഓഡിയോഗ്രാഫി വളരെ ഭംഗിയായിട്ട് തന്നെ കിഡിലനായിട്ടാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തും കാര്യങ്ങളൊക്കെ ആണ് സ്ക്രീനിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ടത് 4DX സ്ക്രീനിലാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ PVRൻ്റെ ഒരു കാര്യം. PVRൽ ഫ്ലാറ്റ് സ്ക്രീൻ 2 എണ്ണം ഉണ്ട്. പക്ഷേ ആ ഫ്ലാറ്റ് സ്ക്രീനിൽ അവരത് ഇട്ടിട്ടില്ല. അവരിട്ടിരിക്കുന്നത് 4DXലാണ്. അപ്പോൾ 4DXൽ ആക്ച്വലി ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു ട്യൂണർ എന്നൊരു പടമുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4DX കാണുന്നതിനേക്കാളും ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കണ്ടോളാം എന്നാണ് രാഹുൽ പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, രാഹുലിന് തിയേറ്ററിനെ കുറിച്ചൊക്കെ ഒരുപാട് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് 4DX ആ സ്ക്രീനിലേക്ക് ഇല്ല എന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. അൺഫോർച്ചുനേറ്റ്ലി കൊച്ചിയിൽ ട്യൂണർ എന്ന് പറയുന്ന സിനിമ 4DX സ്ക്രീനിലാണ്. 4DXൻ്റെ സൗണ്ട് മോശമാണെന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ ഓഡിയോഗ്രഫി ഗംഭീരമാണെന്ന് ആ ഒരു കൂതറ സ്ക്രീനിൽ ഇരുന്നിട്ട് തന്നെ നമുക്കത് മനസ്സിലാവും. അതാണ് ഈ സിനിമയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആക്ച്വലി പടം ഫ്ലാറ്റ് ആയതുകൊണ്ട് PXL പോലുള്ള ഒരു സ്ക്രീനിൽ മിനിമം ഒരു ഷോ എങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് യോഗമില്ല. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ക്രിസ് ഹെംസ്വർത്തിൻ്റെ ക്രൈം 101 എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, എനിക്ക് ആ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ അതുപോലെ അല്ല, ഇത് പക്ക ക്രൈം ഡ്രാമ ആ രീതിയിലാണ് പോകുന്നത്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിനകത്തുള്ളൂ. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഓഡിയോഗ്രഫി കിഡിലായിരുന്നു. നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാം. നല്ലൊരു സ്ക്രീനിലാണ് നിങ്ങൾക്ക് കാണാൻ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഈവൻ 4DX സ്ക്രീൻ ആണെന്നെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും ഇതൊരു കിടിലം വർക്കാണെന്നുള്ളത്.
അത് എൻജോയ് ചെയ്യാൻ വേണ്ടി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ട്യൂണർ.